എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ നമ്മളുടെ ബ്രിക്കില് തേപ്പ് തീരെ വന്നിട്ടില്ല. പെയിന്റ് പോലും എക്സ്ട്രാ ഒരു കളറിന് വേണ്ടി പോലും ഇവിടെ കൊടുത്തിട്ടില്ല. ഈവൻ ബെഡ്റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ചുമരുകൾ തേച്ചിട്ടില്ല. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരിയിലാണ്. നമ്മളുടെ പോറോത്തും HP ബ്രിക്സ് ഉപയോഗിച്ച് പണി കഴിഞ്ഞിട്ടുള്ള ഒരു 2 നില വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറാം. മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ഡബിൾ ഹൈറ്റിലുള്ള ഈ ഒരു ലിവിങ് സ്പേസിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇത് കയറുമ്പോൾ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യം ഇതിന്റെ ചുമരുകൾ തന്നെയാണ്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ നമ്മളുടെ ബ്രിക്കില് തേപ്പ് തീരെ വന്നിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളുടെ പോറോത്തും HP ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചുമരുകൾ പണിതിട്ടുള്ളത്. ഇതിപ്പോ ജസ്റ്റ് ക്ലിയർ കോട്ട് പെയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറൊരു പെയിന്റ് പോലും എക്സ്ട്രാ ഒരു കളറിന് വേണ്ടി പോലും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ ഒരു ചുമരുകളുടെ ഒരു പ്രത്യേകതയാണ്. അത് തന്നെയാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റും. കയറി വരുമ്പോ തന്നെ ഒരു ഭംഗി കൂടുതലുള്ളതും ആ ഒരു ടെക്സ്ചർ അതേപോലെ നിലനിർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഈ ലിവിങ് സ്പേസിൽ നമുക്ക് എടുത്തു പറയാനുള്ള, അതായത് ഈ ചുമരിന്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഇടയിൽ ലിൻഡലൊക്കെ പോയിട്ടുണ്ട്. കോൺക്രീറ്റിംഗ് അതിന്റെ ആ ഒരു ഇത്രയും ഹൈറ്റ് വരുമ്പോൾ എക്സ്ട്രാ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള ലിൻഡൽ കോൺക്രീറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീരെ വിസിബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഇതില് കൺസീൽഡ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ പോറോത്തും ബ്രിക്കിലുണ്ട്. അത് പണിയുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകളാണെങ്കിൽ പോലും എല്ലാ രീതിയിലുള്ള ഇതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസീൽഡ് ആയിട്ട് ചെയ്യാമെന്നുള്ളത് ഈ ഒരു വർക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സ്പേസിലുള്ള സെറ്റിയാണ് ഇതുള്ളത്. കോർണർ സെറ്റിയാണ് ഇവിടത്തേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഫ്രെയിം ആണ്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ കുഷന്റെ കളറാണ്. ഒരു സേഫ് കളർ അല്ലല്ലോ, യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് ഈ ഒരു പോർഷനിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഈ ലിവിങ് സ്പേസിൽ തന്നെയാണ് ഈ വീട്ടിലെ TV യൂണിറ്റും പൂജ ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ കണ്ടില്ലേ, വളരെ മിനിമൽ ആയിട്ട് എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് പൂജ ഏരിയ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വീട്ടില് ഫ്രണ്ടിലത്തെ ഹാൾ ഉണ്ടല്ലോ, മെയിൻ ഡോറ് മുതൽ ബാക്കിൽ കിച്ചന്റെ ഡോറ് വരെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ കിച്ചൺ ആണ്. ഇതിന്റെ ഇടയിലൊന്നും ഒരു പാർട്ടീഷൻ ഒന്നും വരുന്നില്ല. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഇവിടെ കിച്ചൺ സ്ലാബുമേ ഇതുപോലത്തെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇതിന്റെ ക്ലോഷേഴ്സ് എല്ലാം ഇതിൽ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു മോഡുലർ കിച്ചന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ ഓരോ വീടുകൾ വിസിറ്റ് ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ഇങ്ങനത്തെ ബേ വിൻഡോസ് കേട്ടോ. അപ്പൊ അവര് ഇവിടെ ഡൈനിങ് സ്പേസിന് നേരെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ സംസാരിക്കാം. അപ്പൊ ഇത് ഭയങ്കര ഫങ്ഷണൽ ആയിട്ട് ഈ ഒരു ഏരിയനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബേ വിൻഡോയും കൂടി വന്നപ്പോൾ. അപ്പൊ ഇവിടെ ഇത് ചെയ്തിട്ടുള്ള എഞ്ചിനീയർ അതൊക്കെ നല്ല ശ്രദ്ധിച്ച് മാക്സിമം ഈ ഒരു ഏരിയ ഫങ്ഷണൽ ആയിട്ട് നിർത്താനുള്ള രീതിയിൽ പണിത് വന്നിട്ടുണ്ട്. ഈ വീടിന്റെ ചുമരുകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതുപോലെ സ്വിച്ച് ബോർഡുകളൊക്കെ കാണിക്കുമ്പോൾ അതിന്റെ സൈഡിലൊന്നും ഒരു കട്ടിംഗ് ഒന്നും കാണാൻ സാധിക്കില്ല. ഇതിന്റെ പൈപ്പ് പോയിട്ടുള്ളതൊന്നും കട്ടിംഗ് ഒന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ എല്ലാം കൺസീൽഡ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ പൈപ്പുകൾ. അത് വേറൊന്നുമല്ല, നമുക്ക് കട്ട പണിയുമ്പോൾ തന്നെ പൈപ്പുകൾ ഇട്ട് പോകാൻ സാധിക്കും. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് വേറെ ഏത് ബ്രിക്ക് എടുത്താലും 2 വശവും തേക്കാതെ ഇട്ടാലും കൺസീൽഡ് ആയിട്ട് പൈപ്പ് പോകാനുള്ള, അതായത് ഇലക്ട്രിക്കൽ വർക്കൊക്കെ കൺസീൽഡ് ആയി ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ബ്രിക്ക് നമ്മുടെ പോറോത്തോം ബ്രിക്ക് മാത്രമാണ്. ഇത് പണിയുന്ന സമയത്ത് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പണിയാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ സ്വിച്ച് ബോർഡിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഇനി ഇതിപ്പോൾ ഫെറോ സിമെന്റുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ റാക്കുകൾ, ഒരു ഇന്റീരിയറിന്റെ വരുന്ന ഫിറ്റിങ്ങുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും എക്സ്പോസ്ഡ് ആയി ചെയ്യുന്ന ചുമരുകളാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ കട്ടിങ്ങോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഫിക്സ് ചെയ്യണതിന്റെ വൃത്തികേടുകളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യാൻ നമ്മളുടെ ബ്രിക്കുമ്മേ സാധിക്കും. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂമുകളാട്ടുള്ളത്. അതിൽ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിന്റെ ഉള്ളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈവൻ ബെഡ്റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ചുമരുകൾ തേച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ ഈ ചുമര് അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ജസ്റ്റ് ക്ലിയർ കോട്ട് പെയിന്റ് കൊടുത്തിട്ടുള്ളൂ. ഈവൻ ഇതിന്റെ ഈ പോയിന്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളില്ലേ, അവിടെ അവർ ഈ ക്ലിയർ കോട്ട് പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ ഇങ്ങനെ തേക്കാത്തത് കൊണ്ട് ഈ ഒരു മണ്ണിന്റെ കളർ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു ലൈറ്റ് കുറവ് ഒന്നും ബെഡ്റൂമിലില്ല. മെയിൻ ആയിട്ട് ഇപ്പൊ മുകളിൽ അവര് ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം
മാക്സിമം വെന്റിലേഷനും ലൈറ്റ് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ UPVCന്റെ വിൻഡോസ് ആണ്, സ്ലൈഡിങ് ഡോർ ആയിട്ടുള്ള വിൻഡോസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ രണ്ട് സൈഡിലായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വീതിയിൽ ഈ ചുമരുമേയും രണ്ട് സൈഡിലായിട്ട് ജനലുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ റൂമിലെ ബാത്റൂം ആട്ടോ. നമുക്ക് കോമൺലി പോറോത്തും ബ്രിക്സിനെ കുറിച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട് ബാത്റൂമിൽ ഈ ബ്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അവരോട് പറയുന്ന അതേ ആൻസർ തന്നെയാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, നമുക്ക് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ആണ് പോറോത്തോമിന്റെ. അപ്പൊ ഇതാ കണ്ടല്ലേ, ഈ വീടിന് അതായത് ഇപ്പൊ ഇവര് ഇവിടെ ഈ ബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവൺ അതിന്റെ മുകളിൽ പോലും ഇവർ തേച്ചിട്ട് പോലും ഇല്ല. മാക്സിമം ഈർപ്പം എപ്പോഴും നിൽക്കുന്ന സ്ഥലമാണല്ലോ ബാത്റൂം. നമുക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ബാത്റൂമിൽ ഇത് യൂസ് ചെയ്യാം. ഇവിടുത്തെ പൂജ ഏരിയയ്ക്ക് തൊട്ട് ബാക്കിലായിട്ടാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണെങ്കിലും മാക്സിമം നല്ല സസ്റ്റൈനബിൾ ആയ രീതിയിലാണ് ഇവർ പണിതിട്ടുള്ളത്. കംപ്ലീറ്റ്ലി മെറ്റാലിക് ഫ്രെയിമില്, പിന്നെ മരത്തിന്റെ പലകയാണ് ചവിട്ടാനുള്ള ഭാഗത്ത് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയറും ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമിലാണോ ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ ബേ വിൻഡോ ഒക്കെ ഉണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ബേ വിൻഡോസ്. പിന്നെ ഇതിപ്പോ മുകളിലായതുകൊണ്ട് തന്നെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോ ഈ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ ചുമരുകളൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് പണിതിട്ടുള്ളത്. പിന്നെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ടെറസിന്റെ പോർഷനും പിന്നെ ഈ റൂമാണുള്ളത്. ഈ വീടിന്റെ ഫ്രണ്ടില് സിറ്റ് ഔട്ടിന്റെ മുകളിലുണ്ടല്ലോ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഓട് ഉപയോഗിച്ചിട്ടാണ്. സ്റ്റീലിന്റെ പൈപ്പ് ഉപയോഗിച്ച് ഫ്രെയിം ചെയ്തിട്ട് ഓട് വെച്ച് വിരിച്ചിരിക്കുകയാണ്. ആ ഒരു പൊറോത്തുമിന്റെ കളറുമായിട്ടൊക്കെ ഒരു ബ്ലെൻഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സീലിംഗ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമസ്കാരം, സാറിന്റെ പേര്? രജിത്ത്. ഓക്കെ, അപ്പോ ഈ വീട് നമ്മള് ബേസിക്കലി കട്ടേനെ കുറിച്ചാണ് കൂടുതൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ മൊത്തം എത്ര ഏരിയ ആണ് വരുന്നത്? ഇത് 1560 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരെ കട്ടയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ പോറോത്തും ബ്രിക്ക് എന്നുള്ള ഒരു കാര്യം ഡിസിഷൻ വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് ഇങ്ങനെ കട്ടകളെ കുറിച്ച് സെർച്ച് ചെയ്തു. പിന്നെ അങ്ങനെയാണ് നമ്മുടെ എഞ്ചിനീയർ പ്രവീൺ, അദ്ദേഹത്തിന്റെ വീടും ഈ കട്ട കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാനും വൈഫും പോയി കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കട്ടയിലേക്ക് വരുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോ ജോമോൻ എനിക്കറിയുന്ന മുമ്പ് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കട്ടയിലേക്ക് വരുന്നത്. ഇതല്ലെങ്കിൽ വേറെ ഏത് ബ്രിക്ക് ആയിരുന്നു മനസ്സില്? നമ്മുടെ സാധാരണ സോളിഡ് ബ്രിക്സ്, സിമെന്റ് ബ്രിക്സ് അങ്ങനത്തെ ആയിരുന്നു. പിന്നീട് കുറച്ചും കൂടി ചൂട് കുറവ്, പ്രവീണിന്റെ വീട്ടിൽ ചെന്നപ്പോ ചൂട് കുറവുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഒരു പഴയൊരു ഇത് വേണം എന്നായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ട്രഡീഷണൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോ തേക്കേണ്ട ആ ഒരു ലുക്ക് അങ്ങനെ നമുക്ക് കിട്ടും. ആ ഒരു മണ്ണിന്റെ കളർ. ഇപ്പൊ ഇന്റീരിയറിലേക്ക് ഒക്കെ ഈ കളർ വന്നപ്പോഴും വരുന്ന ആൾക്കാരുടെ ഒക്കെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? വന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഇത് കാണാൻ തന്നെ ഇപ്പൊ ഒരു പാലക്കാട് നിന്ന് വരെ ഒരു ടീം വന്ന് നോക്കി പോയിണ്ടായിരുന്നു പണി കഴിയുന്നതിനേക്കാളും. ഹാപ്പിയാണ്. ഇപ്പൊ ഇത് എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ കൺഫ്യൂഷനിലായിട്ടിരിക്കുന്ന ആളുകളോട് എന്തായിരിക്കും പറയാണ്ടാവുക? അത് എന്താ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമായിരിക്കും ഇത്. ഇപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ട് ഇതിന്റെ എങ്ങനെയാ വെയിറ്റ് താങ്ങും, ഇരുട്ടായിരിക്കോ അകത്ത്? എനിക്കതൊന്നും അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽ ചെയ്യണില്ല. നമ്മൾ അത്യാവശ്യം നല്ല വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പിന്നെ ജോമോൻ തന്നെ 2-3 പ്രാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് സൈറ്റിലേക്ക് ഈ കട്ട എടുത്തതിന് ശേഷം വന്നിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് ഒന്ന് പറയാമോ? ബഡ്ജറ്റ് ഇപ്പൊ നമുക്ക് ഇന്റീരിയറും മറ്റേ മുകളിൽ ഞാൻ ഓടിട്ടിട്ട് ഡ്രസ് ഓടിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതില്ലാത്ത ഒരു 33 ലക്ഷത്തിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഈ ടൈലും എല്ലാം അടക്കം. ഇന്റീരിയർ എക്സ്ട്രാ മറ്റേ വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഇത് 2 നില വാർത്തതിന് ശേഷം മുകളിൽ പിന്നെയും ഓട് വിരിച്ചിരിക്കുകയാണ്. അതാ ഭംഗിക്ക് വേണ്ടി, ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഹാപ്പിയാണ്. നല്ല ചൂട് കുറവ് ചൂട് കുറവ് തോന്നുന്നുണ്ട് കൂടെ അറിയാം. അല്ല സാറിന്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ആളുകൾ വ്യത്യാസമാണല്ലോ.
നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പോറോത്തും ഉപയോഗിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും എന്നാണ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് സിമെന്റ് ബ്രിക്ക് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത് എന്നും പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബഡ്ജറ്റ് വൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ബഡ്ജറ്റ് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇത് ചെയ്യുന്നത് ഇതിന് സ്കില്ലായ ആൾക്കാർ തന്നെയാണ്. അതിപ്പോ ജോമോൻ തന്നെ നമുക്ക് പ്രവീണായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പണിക്കാരെ തന്നിരിക്കുകയാണ്. പിന്നീട് ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതിന് അത്രയ്ക്ക് ഏകദേശം വരുമെങ്കിലും തുടർ ചെലവുകൾ വളരെ കുറവാണ്. മറ്റേ പെയിന്റിങ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതായത് ഇനീഷ്യലി കട്ടയുടെ വില കേൾക്കുമ്പോ തോന്നുന്നെങ്കിലും മറ്റേത് ഏകദേശം സെയിം ആയിട്ട് പണി കഴിഞ്ഞു വരുമ്പോ ഒരിക്കലും സിമെന്റ് കട്ടനൊക്കെ ആ ഒരു ബഡ്ജറ്റിലേക്ക് തന്നെ വരും. അതല്ലേ ഉദ്ദേശിച്ചത്? കൂടുതലൊന്നും ചെലവായിട്ട് വരും. ഓക്കെ ഓക്കെ. ഈ വീടിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയിപ്പോ പോറോത്തും ബ്രിക്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ആണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വിനോബർഗ് എന്നുള്ള ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് പോറോത്തും ബ്രിക്ക്. 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനിയാണ് വിനോബർഗ്. പോറോത്തും ബ്രിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് വീട് പണിതാൽ വളരെയധികം ചൂട് കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പലതരം ബ്രിക്കുകളുണ്ട്. HP, VP, FB എന്നൊക്കെ പറഞ്ഞ് പലതരം ബ്രിക്കുകളുണ്ട്. നിങ്ങളുടെ വീടിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു സ്ട്രെങ്ത്തിന്റെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ VP ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ബ്രിക്കാണ് VP ബ്രിക്ക്. പിന്നെ ഈ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വശവും തേക്കാത്ത രീതിയിൽ ഈവൻ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലാണെങ്കിൽ പോലും പണിയാൻ സാധിക്കും എന്നുള്ളതും ഈ പോറോത്തും ബ്രിക്കിന്റെ ഒരു പ്രത്യേകതയാണ്. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിലാണ് ഈ ബ്രിക്ക് ഉണ്ടായി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇതിന്റെ ക്വാളിറ്റി അഷ്യൂർഡ് ആയിരിക്കും. എല്ലാ ബ്രിക്കുമേയും ആ ബ്രാൻഡിന്റെ ലോഗോ ഉണ്ടായിരിക്കും, അതിന്റെ മാനുഫാക്ചറിംഗ്